മനസ്സിലാക്കാൻ കഴിവുള്ളവർ എന്തായാലും നല്ല അഭിപ്രായം പറയുള്ളൂ, അല്ലാത്തവർ ഇങ്ങനെ നെഗറ്റീവായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കും. എൻ്റെ ഫാദർ മേടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആണെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഫോട്ടോ എടുത്ത് അയച്ചു. ക്രിസ്പീലിനെ പോലെ ഒരു പടം ഉണ്ടല്ലോ ഓസ്കാർ, അതേമാതിരിയാ. ഞാനും കുറച്ച് നാളുണ്ടായിരുന്നു, ഞാൻ പുറത്തുണ്ടായിരുന്നു, അപ്പം അറിയാം അതിനെ പറ്റിയിട്ട്. ഇല്ല അതൊന്നും അറിഞ്ഞൂടാ. കൊള്ളാം, നല്ല പടം, നല്ല പിക്ചറാണ്. മൂവി കുഴപ്പമൊന്നുമില്ല. ഒരു ഇൻ്റർനാഷണൽ സ്റ്റെഫാണ്. നോവൽ മുന്നേ വായിച്ചിട്ടില്ല, അതുകൊണ്ട് ഒരു നല്ല അതിലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല ഇമോഷണൽ പടം. ഇല്ല അതൊന്നും അല്ല, കാണാൻ കൊള്ളാം, നല്ല റിവ്യൂ. നല്ലൊരു പടമായിരുന്നു, കൊള്ളാം. ഇല്ല, ഞാൻ കാണാൻ വേണ്ടി വന്നത്, എന്നിട്ട് ഇനി നോക്കണം. ഇഷ്ടപ്പെട്ടു, നല്ലൊരു സിനിമ. കൊള്ളാം, നല്ലതായിരുന്നു. നോവൽ വായിച്ചിട്ടുണ്ട്. ട്രാൻസ്ഫോർമേഷൻ കാണാൻ നല്ലതായിരുന്നു, നല്ലതായിട്ട് തോന്നുന്നു. നല്ലതായിരുന്നു. ഗോട്ട്ലിം നന്നായിട്ടിരുന്നു, കൊള്ളാം. ഇല്ല അതൊന്നും അറിഞ്ഞൂടാ. കണ്ടപ്പോൾ നന്നായിരുന്നു. പൃഥ്വിരാജിൻ്റെ ആക്ടിങ്ങൊക്കെ കൊള്ളായിരുന്നു. പിന്നെ എ ആർ റഹ്മാൻ്റെ മ്യൂസിക് അടിപൊളിയായിരുന്നു. നല്ല പടമായിരുന്നു. നോവൽ വായിച്ചിട്ടില്ലായിരുന്നു. പടം കൊള്ളാം. കൊള്ളാം, നല്ല സിനിമ. ഞാൻ നോവൽ വായിച്ചിട്ടില്ല, അല്ലാതെ അറിയാം. ഒമാനിലിപ്പം ഞാനും കുറച്ച് നാളുണ്ടായിരുന്നു, ഞാൻ പുറത്തുണ്ടായിരുന്നു, അപ്പം അറിയാം അതിനെ പറ്റിയിട്ട്. കുറിച്ച് പൃഥ്വിരാജ് സൂപ്പറായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നല്ല സിനിമ, എല്ലാവർക്കും. ഇല്ല വളരെ നല്ല പടമായിരുന്നു. പിന്നെ പൃഥ്വിരാജിൻ്റെ പ്രത്യേക പ്രകടനം നല്ലതായിരുന്നു. നല്ല പടമായിരുന്നു, നല്ല അഭിപ്രായം, കണ്ടു കാണുക. നല്ല പടമായിരുന്നു. ഇല്ല വായിച്ചില്ലായിരുന്നു, പടമാണ് കണ്ടത്. ഇഷ്ടപ്പെട്ടു, കൊള്ളാം. എടുത്ത് പറയാൻ എനിക്ക് അതിലെ ട്രാൻസിഷനും അതിൽ എന്താണ് പുള്ളി ഒരു ട്രാൻസിഷനൊക്കെ വരുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടു. പുള്ളിയുടെ അഭിനയം എല്ലാം സൂപ്പറായിരുന്നു. നല്ല ഡെഡിക്കേഷൻ ആയിരുന്നു. അഭിനയമാണെങ്കിലും എല്ലാം സൂപ്പറായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. പടം നല്ലൊരു പടമാണ്, അതിൽ തന്നെ അഭിപ്രായം പറയാനൊന്നുമില്ല. എന്ന് വെച്ചാൽ ഞാൻ ഈ നോവൽ വായിച്ചിട്ടുള്ളതാണ്, ബെഞ്ചമിൻ്റെ നോവൽ വായിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ എനിക്ക് പടം നല്ല ഇതായിട്ട് എനിക്ക് കൊള്ളാം. എൻ്റെ ഇത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു മനുഷ്യജീവിതം എന്താണെന്ന് അനുഭവം മനസ്സിലാക്കാൻ കഴിയുമെന്നുള്ള ഒരു വ്യക്തി കരഞ്ഞ് ഇറങ്ങും. അവർക്ക് അതിനുള്ള ഇതില്ലാത്തത് കൊണ്ടാണ്, മനസ്സില്ലാത്തത് കൊണ്ടാണ്. ഇല്ല, ഒരു സാധാരണക്കാരൻ്റെ ജീവിതമാണ് എടുത്ത് കാണിക്കുന്നത്, അല്ലാതെ വേറെ ഒന്നുമല്ല. അതിപ്പോൾ ഞാനും നിങ്ങളായിരുന്നാലും ശരി തന്നെയാണ്. ഇതുപോലൊരു അനുഭവത്തിൽ പെട്ടത് തന്നെയാണ്, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അത് മനസ്സിലാക്കാൻ കഴിവുള്ളവർ എന്തായാലും നല്ല അഭിപ്രായം പറയുള്ളൂ, അല്ലാത്തവർ ഇങ്ങനെ നെഗറ്റീവായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കും, അത്രേ ഉള്ളൂ. എനിക്ക് പറയാനില്ല, ഞാൻ എന്താ പറയുന്നത്, ഞാൻ എന്തായാലും അവരിതുപോലെ എവിടെയെങ്കിലും ഒന്ന് ഫാമിലിയായിട്ട് ബന്ധപ്പെട്ട്, ഇതിപ്പോൾ ഒരു കുടുംബജീവിതമാണ്, പക്ഷേ അവർ ഫാമിലിയായിട്ട് അകന്ന് നിന്നിട്ട് അവരാ വിഷമം മനസ്സിലാക്കുമ്പോഴേ എനിക്ക് കറക്റ്റായുള്ള മറുപടി അവർക്ക് അറിയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ്. അടിപൊളിയായി, നല്ല പടമായിരുന്നു. പടത്തെ പറ്റിയെന്ന് പറഞ്ഞാൽ ഒരു റിയൽ ലൈഫ് ഇൻസിഡൻ്റ് അല്ലേ അത്. പൃഥ്വിരാജ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് എഫേർട്ട് എടുത്ത് ചെയ്തിട്ടുണ്ട് അതിനകത്ത്. നമുക്ക് കറക്റ്റായിട്ട് അത് ഫീൽ ആവും. ഒരാൾ മറ്റേ ഗൾഫിലോട്ട് പോയിട്ട് ഇങ്ങനെ അനുഭവിക്കുന്നതൊക്കെ ഭയങ്കരമായിട്ട് അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. നോവൽ വീട്ടിലുണ്ട്, വായിച്ചിട്ടില്ല ഇതുവരെ. എൻ്റെ ഫാദർ മേടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആണെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഫോട്ടോ എടുത്ത് അയച്ചു. നീ പോയിട്ട് വായിക്കണം. നല്ല സിനിമയായിരുന്നു. നോവൽ വായിച്ചിട്ടുണ്ട്, നന്നായിട്ടുണ്ടായിരുന്നു, വളരെ സൂപ്പറായിട്ടുണ്ട്. പൃഥ്വിരാജ് അടിപൊളിയായിരുന്നു, നന്നായി ആക്ട് ചെയ്തു. പുള്ളീൻ്റെ നമ്മളെ ഈ ക്രിസ്പീലിനെ പോലെ ഒരു പടം ഉണ്ടല്ലോ ഓസ്കാർ, അതേമാതിരിയാ. പടം നല്ലതായിട്ടുണ്ട്. നോവൽ വായിച്ചിട്ടില്ല, മൂവി അവസ്ഥ കാണുന്നത് പഠിച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഓൾസോ നൈസായിരുന്നു.